ഹായ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. പിന്നെ നമ്മുടെ അത്താണ് ഇന്ന്. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീഡിയോ എടുക്കുന്ന ആളും എഡിറ്റർക്കെല്ലാം പരീക്ഷ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ഒരു ദോശപ്പൂ ഇഡ്ലിക്കെല്ലാം കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഇങ്ങനെ കൊത്ത് പോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മളെ കറിയെല്ലാം വെക്കുന്ന പരിപ്പാണ്. പിന്നെ 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്, 1 സ്പൂണ് പൊട്ടുകടല. ഇത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. പിന്നെ 2 നല്ല കാന്താരി മുളക്, മറ്റേ വെള്ള കാന്താരിയാണ്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, 5 ചെറിയുള്ളി, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 തക്കാളി തോലൊക്കെ പോക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില, 1 പകുതി സവോള, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ കടുക് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അത് അടുപ്പത്ത് വെച്ച് ഓൾറെഡി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് പരിപ്പുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ നമുക്ക് ഒന്ന് കളറ് മാറിയാൽ മതി. പിന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ കൊത്തൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉള്ളികളും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരയ്ക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത്. തന്നെ ഇതിന് നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. എന്നിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. രാവിലെ ദോശക്കും ചപ്പാത്തിക്കും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വഴഞ്ഞ് വന്നാൽ നമ്മളെ മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഓഫാക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വാടി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വഴറ്റി ഒന്ന് കുറച്ച് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലപോലെ ഒന്ന് നമുക്ക് വാടി കിട്ടും. സമയം അടച്ചു വെച്ച് കൊടുക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ, നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ട തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ മുളക് പൊടിച്ച് കൊടുക്കാം. മുളക് പൊടി എരിവ് അധികം വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. നമുക്കിവിടെ എരിവ് കുറവാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചെറിയ സ്പൂണ് മുളക് പൊടി മാത്രം ഇട്ടത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണിയാനായിട്ട് നമുക്ക് വേറെ ട്രേസിലേക്ക് മാറ്റി കൊടുക്കാം. ഇതോടെ നിന്ന് നല്ലപോലെ തണിഞ്ഞ് വരട്ടെ. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നമ്മൾ ചമ്മന്തിക്കെല്ലാം അരക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്നും കൂടി ഒരു മയത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പൂവല്ലിട്ട് ഇത് ഇന്ന് അത്താണെന്നാണ് പറയുന്നത്. പക്ഷെ ഇക്കൊല്ലം 11 പൂവുണ്ടാവും എന്നാണ് പറയുന്നത്.
അപ്പം തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിതാ പൂവിട്ടിട്ടുണ്ട്. കുറച്ച് തുമ്പ ആദ്യം തുളസി ഇല വെച്ച് അതിൻ്റെ മേലെ കുറച്ച് തുമ്പ ഇട്ട്, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 ചെറിയ പൂക്കളും മുക്കുറ്റി, ഒരു എന്താ പറയുക, ഒരു റോസ് കളറിൽ ചെറിയ കാക്കപ്പൂ പോലത്തെ ഒരു പൂവും കുറച്ച് കിട്ടിയിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എല്ലാവരും ഇടുന്ന കണ്ടിട്ട് ഞാൻ ഇട്ടതാണ്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ പറയണം. പിന്നെ അപ്പോൾ നമുക്കിനി ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തിൻ്റെ എല്ലാം തണിഞ്ഞിട്ടുണ്ട്. അതപ്പം ചൂടെല്ലാം അറിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ചമ്മന്തി ആക്കിയിട്ട് വരാം. ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ ഞാൻ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ചെറിയ താളിപ്പ് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ആക്കിയതാണ്, അതുകൊണ്ട് കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ലേശം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പിട്ട് കൊണ്ടുവരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വറ്റൽ മുളക് വേണമെങ്കിൽ 2 പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2 വറ്റൽ മുളകും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് ചോന്ന് വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇഡ്ഡലിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ പാത്രവും ആ ജാറെല്ലാം കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ദോശേൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടൈറ്റാക്കിയിട്ട് ഉണ്ടാക്കിയത്. ഇപ്പം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. മക്കൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും ബൈ.